അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 133. കണ്ണു തുറക്ക്, അഗ്നി പറഞ്ഞു. എന്നെ കളിയാക്കും. ഇല്ലടാ, കളിയാക്കില്ല. അവൻ അവളുടെ കണ്ണി തൊട്ടു. അവള് പതിയെ കണ്ണുകൾ തുറന്നു. അവന്റെ കൊല്ലുന്ന നോട്ടം ജ്വാലയാകെ പൂത്തുലഞ്ഞു പോയി. അവനിൽ നിന്നും നോട്ടം മാറ്റിക്കളഞ്ഞു അവൾ. ഒത്തിരി ഇഷ്ടാണോ അവിടെ ഉമ്മ വെക്കുന്നേ? അവള് നാണത്തോടെ മൂളി. എന്നാ ഇനി എപ്പോഴും ചെയ്യാ, അഗ്നി കുറുമ്പോടെ പറഞ്ഞു. ജ്വാല അവനെ മിഴിച്ചു നോക്കി. അയ്യേ പോ ദേവേട്ടാ, അങ്ങനൊന്നും വേണ്ട, അവള് നാണത്തോടെ പറഞ്ഞു. അങ്ങനൊക്കെ വേണം എൻ്റെ കുഞ്ഞാ, എൻ്റെ കുഞ്ഞിന്റെ ഇഷ്ടല്ലേ എൻ്റെ ഇഷ്ടം. അവൻ അവളുടെ മുഖത്തുനിന്ന് കൈമാറ്റി അവളുടെ മാറിടത്തിൽ ഊർന്നിറങ്ങി കൈകൾ അവിടെ ഒന്ന് തെന്നി നീങ്ങി. അവള് പെട്ടെന്ന് അങ്ങനെ തന്നെ അവനെ പുണർന്നു. അവന്റെ കൈകൾ അപ്പോഴും അവളെ തഴുകുന്നുണ്ടായിരുന്നു, മുറുകുന്നുണ്ടായിരുന്നു. പിന്നെ വയറിലുമ്മ വെക്കുന്നത് ഇഷ്ടല്ലേ? ഇഷ്ടാ, അവള് പറഞ്ഞു. അഗ്നിയുടെ മനസ്സ് നിറഞ്ഞു. പിന്നിപ്പോ കാലില് ചെയ്തില്ലേ, അതും. അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അവൾ അവന്റെ നെഞ്ചിൽ പതിയെ കടിച്ചു. എൻ്റെ പെണ്ണെ ഇങ്ങനെ കടിക്കാതെടി, ഇഷ്ടം കൊണ്ടാ, അവള് കടിച്ചെടുത്ത് പതിയെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ, എന്നാ കടിച്ചോ. അവനിൽ കുറുമ്പ്. ജ്വാല ചിരിയോടെ അവന്റെ നെഞ്ചിൽ ചുണ്ടമർത്തിയിരുന്നു. രണ്ടുപേരും പരസ്പരം അല്പനേരം മൗനമായിരുന്നു. കുഞ്ഞ, അഗ്നി വിളിച്ചതും അവൾ എന്തായെന്ന പോലെ അവന്റെ മുഖത്തേക്ക് നോക്കി. അതില്ലേ കുഞ്ഞ, ഇതിനേക്കാൾ കുഞ്ഞിന് ദേവേട്ടന് ഉമ്മ വെച്ച ഇഷ്ടമുള്ള വേറെ ഇടം വല്ലതും ഉണ്ടോ? അവൻ കണ്ണിലൊളിപ്പിച്ച കുറുമ്പോടെ ചോദിച്ചു. നെറ്റിയിലും മൂക്കിലും കവിളിലൊക്കെ ഉമ്മ വെക്കണത് എനിക്കിഷ്ടാ, അവൾ ആവേശത്തോടെ പറഞ്ഞു. അഗ്നി ചിരിയോടെ അവളെ നോക്കിയതേയുള്ളൂ. വേറൊരു ഇടം കൂടിയുണ്ട്, ഞാൻ ഇതുവരെ ഉമ്മ വെക്കാത്ത ഇടം. എൻ്റെ ഒരു ഊഹം വെച്ച് അവിടെ ഉമ്മ വെക്കുന്നതും എൻ്റെ കുഞ്ഞിന് ഇഷ്ടാവും. അഗ്നി പറഞ്ഞതും അവൾ അവനെ സംശയത്തോടെ നോക്കി. അടുത്ത നിമിഷം അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. ഞെട്ടലോടെ അവൾ അവന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി. അവളുടെ ഞെട്ടൽ അഗ്നിക്ക് മനസ്സിലായിരുന്നു. എന്തു പറ്റി കുഞ്ഞ? ഒന്നുമില്ല. അവൾ അവന്റെ നെഞ്ചിലേക്ക് തന്നെ കിടന്നു. പേടിച്ചുപോയോ? അഗ്നി ആർദ്രമായി ചോദിച്ചു. എന്തിനാ, നിന്റെ ദേവേട്ടനല്ലേ? അവൾ മൂളി. പേടിക്കണ്ടാട്ടോ. അതിനും അവളൊന്നും മൂളി. പക്ഷെ ആകെ എന്തോ പോലെ തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക്. ദേവേട്ടൻ എല്ലായിടത്തും ഉമ്മ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോ ഇപ്പൊ ഉദ്ദേശിച്ചത്? മനസ്സിൽ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ ഉമിനീർ വിഴുങ്ങി. ഇനി അതാവില്ലേ? അവൾക്ക് സംശയമായി. പക്ഷെ പെട്ടെന്ന് തീത്തൂന്റെയും ദൃശ്യയുടെയും മുഖം മനസ്സിലേക്ക് വന്നതും അവർ പറഞ്ഞ കാര്യങ്ങളും അവളുടെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വന്നു. അടുത്ത നിമിഷം ജ്വാല ശക്തമായി ഒന്ന് വിറച്ചുപോയി. അഗ്നി അവളെ അടക്കി പിടിച്ചു. പേടിക്കല്ലേ, ദേവയുടെ വെറുതെ പറഞ്ഞതാ മോളെ. അവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതൊന്നും അവൾക്കുള്ളിലെ ചിന്തകളെ മാറ്റാൻ പോന്നവയായിരുന്നില്ല. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ നെഞ്ചിൽ കിടന്ന് എന്തോ ആലോചനയിലാണ് ജ്വാല. ഓ, ആ കുട്ടിക്കുരുപ്പോള് പറഞ്ഞ കാര്യം ഓർത്തിരിക്കാവും പെണ്ണ്, അവറ്റോളൊക്കെ ഉണ്ടല്ലോ. അഗ്നി പല്ല് കടിച്ചു. ഡി, പതിയെ ജ്വാലയെ തട്ടി വിളിച്ചു. അവൾ എന്തായെന്ന പോലെ ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അല്ല, ആ ദേവേട്ട, അങ്ങനെ പറ പെണ്ണെ, ഇത്രയും നേരം അങ്ങനെയല്ലേ നീ പറഞ്ഞേ? അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. ജ്വാല അവനെ നാണത്തോടെ നോക്കി. ദേവേട്ട എന്തോ? അഗ്നി അവളെ വിളിച്ച അതേ ടോണിൽ തന്നെ മറുപടി കൊടുത്തു. അങ്ങനെ ചെയ്തോണ്ടോ ഞാൻ അങ്ങനെ ശബ്ദം ഉണ്ടാക്കിയേ, ഇല്ലാച്ച ഉണ്ടാക്കില്ലായിരുന്നു, അവള് പറഞ്ഞു. അതെനിക്കറിയാലോ. അവനും പറഞ്ഞതും ജ്വാല അവനോട് എന്തോ ചോദിക്കാനൊരുങ്ങി. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അവളുടെ മുഖം പെട്ടെന്ന് മാറിയത് കണ്ട് അഗ്നി അവളെ സൂക്ഷിച്ചു നോക്കി. എന്താ കുഞ്ഞ? ഒന്നുമില്ല. അത് വെറുതെ എന്തോ ഉണ്ടല്ലോ, പറയടാ. അത് ദേവേട്ടാ, എന്നെ ദേവേട്ടൻ ഉമ്മ വെച്ചില്ലേ, ഇവിടെയും ഇവിടെയൊക്കെ. അവൻ ചുംബിച്ചിടത്തെല്ലാം തൊട്ടുകൊണ്ട് പറഞ്ഞു. ആ, അവൻ പറഞ്ഞു. അത് ദേവേട്ടാ, അതെന്തെനിക്ക് അപ്പൊ അങ്ങനെ തോന്നുന്നേ? അവള് ചാളിതയോടെ ചോദിച്ചു. അഗ്നിക്ക് അവള് പറഞ്ഞത് മനസ്സിലായില്ല. എന്താടാ കുഞ്ഞ, എനിക്ക് മനസ്സിലായില്ല, എങ്ങനെ തോന്നുന്നു? അത് ദേവേട്ടാ, അതുണ്ടല്ലോ, അത് പിന്നെ. അവൾക്ക് ആകെ വെപ്രാളമായി. എൻ്റെ പൊന്നു കുഞ്ഞ, നീ എന്നിങ്ങനെ ടെൻഷൻ ആക്കല്ലേടി, കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറ. അഗ്നിയിൽ ആദിയാണ്. അവൾ ഒന്ന് നിവർന്നിരുന്നു. പതിയെ അവന്റെ ഇടതുകൈയിൽ പിടിച്ചു. അഗ്നി അവളെ സംശയത്തോടെ നോക്കി. അതേസമയം ജ്വാല അവന്റെ കൈ പിടിച്ച് അവളുടെ വയറിൽ വെപ്പിച്ചു. അഗ്നി അവളെ ഉറ്റുനോക്കി. ദേവേട്ടൻ അങ്ങനെയൊക്കെ ചെയ്തപ്പോ ഇവിടൊക്കെ എന്തോ പോലെ തോന്നുന്നെനിക്ക്. ഇവിടെ മാത്രമല്ല, അത് പിന്നെ. അവൾക്കത് എങ്ങനെ അവനോട് പറയുമെന്ന് മനസ്സിലായില്ല. അഗ്നി അവളെ തന്നെ നോക്കിയിരുന്നു. അടുത്ത നിമിഷം അവനവന്റെ വലതുകൈ പതിയെ ഉയർത്തി അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് നെറ്റിയിൽ ചുംബിച്ചു. ജ്വാല അപ്പോഴും അവന് താൻ പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന ആലോചനയിൽ ഇരിക്കുകയാണ്. കുഞ്ഞ, താൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അവനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിക്കുമെന്ന ചിന്തയോടെ ഇരിക്കുന്നവളെ അവൻ വിളിച്ചു. ആ, ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കി. എന്താ തോന്നി എൻ്റെ കുഞ്ഞിന്? അവൻ സ്നേഹത്തോടെ ചോദിച്ചു.
അത് ദേവേട്ടാ എന്തോ പോലെ. ഞാൻ പറയണത് ദേവേട്ടന് മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെയൊക്കെ നോവുന്ന പോലെ. അല്ല അങ്ങനെയല്ല ദേവേട്ടാ. ഒരു പ്രത്യേക ഫീൽ. അത് അതിപ്പോ ഞാൻ എന്താ പറയാ? ബട്ടർഫ്ലൈ ഒക്കെ വയറിലൂടെ പറന്നു പോകുന്ന പോലെ തോന്നുന്നു. അങ്ങനെയല്ല അങ്ങനെയല്ല ദേവേട്ടാ. ഞാൻ എങ്ങനെ ഇപ്പൊ എന്റെ ദേവേട്ടനത് പറഞ്ഞു തരാ? അവളുടെ മുഖം വാടി. അഗ്നിക്ക് അവൾ പറയുന്നതെല്ലാം കേട്ട് അവളോട് വാത്സല്യമാണ് തോന്നിയത്. പാവം അവൻ മനസ്സിൽ പറഞ്ഞു. ദേവേട്ടാ ഞാൻ അവള് വിളിച്ചു. ദേവേട്ടന് മനസ്സിലായടാ വാവേ. ഇനി എന്റെ കുഞ്ഞത് പറഞ്ഞ് വിഷമിക്കണ്ട കേട്ടോ. അവൻ അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു വെച്ചു. അവള് കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കി. ശരിക്കും മനസ്സിലായോ? ആ കുഞ്ഞാ. എന്തുകൊണ്ടാ അങ്ങനെയൊക്കെ എനിക്ക് അറിഞ്ഞൂടാ ദേവേട്ടാ. അവളുടെ ശബ്ദം പതിഞ്ഞുപോയി. കുഞ്ഞൊന്ന് മാറിയേ, നമുക്ക് കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കാം. അവൻ പറഞ്ഞതും അവള് പെട്ടെന്ന് അവന്റെ മടിയിൽ നിന്നും എണീറ്റു മാറി. അഗ്നി ഹെഡ്ബോർഡിലേക്ക് ചാരിയിരുന്ന് ജ്വാലയെ മുന്നിലേക്ക് നോക്കുന്നത് പോലെ തിരിച്ചിരുത്തി അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ചു. ദേവേട്ടാ, അവളെ വിളിച്ചു. എപ്പോഴൊക്കെ എൻ്റെ കുഞ്ഞിന് അങ്ങനെയൊക്കെ തോന്നാറ്? അവൻ അവളുടെ തോളിലേക്ക് താടി ഊന്നി വെച്ചുകൊണ്ട് ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. പറഞ്ഞോ കുഞ്ഞ, ഇത് പറഞ്ഞ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കളിയാക്കില്ല. അവൻ ഉറപ്പു കൊടുത്തു. അവൾ ഒരു കൈകൊണ്ട് അവന്റെ കവിളിൽ പിടിച്ച് മുന്നോട്ട് തന്നെ നോക്കിയിരുന്നു. അത് ദേവേട്ടനെ തൊടില്ലേ? അപ്പൊ തന്നെ എനിക്ക് ദേഹമൊക്കെ ആകെ തരിക്കുന്ന പോലെ തോന്നും. തണുക്കും. ആകെ വിറയ്ക്കുന്ന പോലെയൊക്കെ തോന്നും. പക്ഷെ വേറെ ആരെന്നെ തൊടുമ്പോ എനിക്ക് അങ്ങനൊന്നും തോന്നാറില്ല ദേവേട്ടാ. അച്ഛ അമ്മ ആരവേട്ടനൊക്കെ തൊടാറുണ്ടല്ലോ. പക്ഷെ ദേവേട്ടൻ തൊടുമ്പോ മാത്രം അതെന്താ അങ്ങനെ? അവള് ചോദിച്ചതും അഗ്നിയുടെ കൈകൾ അവളുടെ നഗ്നമായ വയറിൽ മുറുകി. അത് അവരൊക്കെ തൊടുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ കുഞ്ഞ. പക്ഷെ ഞാൻ നിന്നെ സ്പർശിക്കുന്ന ഓരോ സ്പർശനത്തിലും സ്നേഹവും പ്രണയവും വാത്സല്യവും എല്ലാം ഒരുമിച്ചുണ്ട്. അതുകൊണ്ടാ അങ്ങനെ തോന്നുന്നേ. അവൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. ആണോ? അതേടാ. ഉം. അവള് മൂളി. പിന്നിപ്പം നേരത്തെ എന്റെ മുത്തു പറഞ്ഞില്ലേ ഇവിടേക്ക് എന്തോ പോലെ തോന്നുന്നൂന്ന്. അതെപ്പോഴാ തോന്നുന്നേ? ഞാൻ എന്ത് ചെയ്യുമ്പോഴാ തോന്നുന്നേ? അവൻ അവളുടെ വയറിനൽപ്പം താഴേക്ക് മാത്രം കൈകൊണ്ടുപോയി അവിടെ തഴുകിക്കൊണ്ട് ചോദിച്ചു. അവളൊന്ന് പിടഞ്ഞു. അവന്റെ കവിളിൽ നിന്നും കൈകൾ അയഞ്ഞു. അഗ്നി അവളുടെ ഷോൾഡറിൽ നിന്നും തല മാറ്റിയതും അവൾ അവളുടെ പുറം ഒന്നാകെ അവനിലേക്ക് അമർത്തി വെച്ചു. ഇപ്പോ ദേവേട്ടൻ തൊടുമ്പോഴും അവിടേക്ക് എന്തോ പോലെ. പിന്നെ നേരത്തെ എൻ്റെ ഉമ്മ വെച്ചില്ലേ എൻ്റെ കഴുത്തിലും പിന്നെ ഇവിടെയും പിന്നെ വയറിലൊക്കെ. അവള് പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. അവളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് അവൻ. ഉം. അഗ്നി മൂളി. ആ അപ്പോ ഇവിടേക്ക് എനിക്ക് എന്തോ പോലെ തോന്നുക ദേവേട്ടാ. അറിയില്ല എങ്ങനെ ഞാനത് പറഞ്ഞു തരേണ്ടേന്ന്. പക്ഷേ ഒരു പ്രത്യേക ഫീലാ. അവള് കണ്ണുകൾ അടച്ചു. അപ്പൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ചെയ്യാൻ തോന്നാറുണ്ടോ? അതായത് എന്നെ എന്തെങ്കിലും ചെയ്യാൻ തോന്നാറുണ്ടോ? അവൻ ചോദിച്ചു. അവള് കണ്ണു തുറന്ന് അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ പ്രണയത്തെക്കാൾ ഉപരി അവനോടുള്ള മോഹം. അഗ്നി പ്രണയത്തോട് അതിലേക്ക് തന്നെ നോക്കിയിരുന്നു പോയി. തുടരും.